സമയം സൂചിപ്പിക്കാൻ മണിക്കൂറിൽ ബെല്ലടിക്കുന്ന ക്ലോക്ക് ഒരു ദിവസത്തിൽ എത്ര ബെല്ലടിക്കും? നമുക്ക് രാത്രി 12 മണി മുതൽ, അതായത് 12 AM മുതൽ, ഒരു ദിവസം രാത്രി 12 മണി മുതൽ ആ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ, രാത്രി 12 മണി 12 AM മുതൽ ഉച്ചയ്ക്ക് 12 PM വരെയുള്ള സമയം പരിഗണിക്കുക. നമുക്ക് 12 AM കഴിഞ്ഞാൽ 1 മണിക്ക് ഒരു ബെല്ലടിക്കും, 2 മണിക്ക് 2 ബെല്ലടിക്കും, 3 മണിക്ക് 3 ബെല്ലടിക്കും, 4 മണിക്ക് 4 ബെല്ലടിക്കും. അങ്ങനെ ഉച്ചയ്ക്ക് 12 മണിക്ക് 12 ബെല്ലടിക്കും. 1 മണിക്ക് 12 AM കഴിഞ്ഞാൽ 1 AM ഒരു ബെല്ലടിക്കും, 2 AM 2 ബെല്ലടിക്കും, 3 AM 3 ബെല്ലടിക്കും, 4 AM 4 ബെല്ലടിക്കും. അങ്ങനെ 12 PM 12 ബെല്ലടിക്കും. അപ്പോൾ ഇതിലാകെ എത്ര മണി മുഴക്കങ്ങളുണ്ട്, ഇതിലാകെ എത്ര ബെല്ലടി ഉണ്ടെന്ന് നോക്കാൻ 1 മുതൽക്ക് 12 വരെയുള്ള സംഖ്യകൾ കൂട്ടണം. 1 മുതൽക്ക് 12 വരെയുള്ള സംഖ്യകൾ കൂട്ടണം. ഇത് സമാന്തര ശ്രേണിയാണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഇതിലത്തെ തുക കണ്ടാൽ മതി. ഇതിലത്തെ തുക എങ്ങനെ കാണുക? തുക കാണുന്ന സൂത്രവാക്യം എന്താ? S = n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇതാണ് സൂത്രവാക്യം. വില കൊടുക്കുക. n എത്ര എണ്ണം ഉണ്ട് ഇതിൽ? 12 എണ്ണം. 1 2 3 4 അങ്ങനെ 12 എണ്ണം ഉണ്ട്. അപ്പോൾ 12/2 ഇൻറ്റു ആദ്യ പദം എത്ര? 1 പ്ലസ് അവസാന പദം എത്ര? 12. 12/2 6 ഇൻറ്റു 1 12 13 കൂട്ടുമ്പോൾ 13, 6 ഇൻറ്റു 13 78. അതായത് രാത്രി 12 മണി മുതൽ, അതായത് 12 AM മുതൽക്ക് ഉച്ചയ്ക്ക് 12 മണി വരെ, 12 PM വരെ എത്ര മണി മുഴങ്ങും? 78. ഇനി നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട്, ഒരു ദിവസം കഴിഞ്ഞില്ല. ഇനി 12 PM മുതൽക്ക് പിന്നെ രാത്രി 12 മണി വരെ, അതായത് അടുത്ത ദിവസം രാവിലെ 12 AM വരെ, അതിലും കൂടി ഇതേ മണിമുഴക്കങ്ങൾ ഉണ്ടാവും. ഇത് പകുതിയായിട്ട്, ഒരു ദിവസത്തിൻ്റെ പകുതിയായുള്ളൂ. ഇതുപോലെ അടുത്ത പകുതിയും കൂടി ഉണ്ട്, അവിടെയും എത്ര മണി മുഴങ്ങും? 78. അപ്പോൾ ഒരു ദിവസത്തിലാകെ, ചോദ്യത്തിൽ ഒരു ദിവസത്തിലാകെ എത്ര? 78 × 2 ഉത്തരം 156.